നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ കിഴി റിയാക്ഷനാണ് ദളപതി 68. യെസ്, ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇന്ന് 6 മണിക്കെത്തും. അതിനുള്ള വെയിറ്റിങ്ങിലാണ്. വരട്ടെ. എന്തായാലും ഇന്നത്തോടെ 2023 തീരുകയാണ്. അതിനൊരു വിഷമമുണ്ട്. അതെ, ഇന്നത്തോടെ തീരുന്ന ഞാൻ പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ 2023 ഇറങ്ങി പോടാ, ഇനി മേലെ കാണരുത്. നാളെ രാവിലെ എണീറ്റിട്ട് വീണ്ടും ഇത് തന്നെ ചെയ്യാനുള്ളല്ലേ, എന്തെന്ന് പറയാനാണ്. ആരോടും ഒന്നും പറയാനില്ല. 2023 പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? ഒരു പ്രതീക്ഷ 2024 എന്നും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? എല്ലാ വർഷവും അങ്ങനെ തന്നെ. എല്ലാ വർഷവും എന്നല്ല, ഓരോ ദിവസവും രാത്രി കിടക്കാൻ നേരത്തും പിറ്റേ ദിവസം രാവിലെ ഭയങ്കര പ്രതീക്ഷയോടെ എണീക്കുന്നു. ഇന്ന വർഷം ഒന്നുമില്ല, ദിവസം അങ്ങനെ തന്നെ. ന്യൂ ഇയർ ആകുന്ന സമയത്തേ നീ അറിയാറുണ്ടോ? സാധാരണ ന്യൂ ഇയർ ആകുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് അറിയാറുണ്ട്. കറക്റ്റ് ടൈം അറിയാം. ആണല്ലേ? അത് ഓരോ ദിവസങ്ങളും മാറുന്ന അറിയാറുണ്ട്. അങ്ങനെയല്ല, ഉറങ്ങാറാണോ ആ സമയത്ത് ഉണർന്നിരിക്കാറുണ്ടോ? ഉണർന്നിരുന്ന് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടേ വിടുള്ളൂ. അങ്ങനെ ശീലം. ആട്ടി പറഞ്ഞേക്കൂലേ? ആട്ടി പറഞ്ഞേക്കും, നമുക്ക് സന്തോഷത്തോടെ പറഞ്ഞേക്കും. ഓക്കെ, എന്തായാലും നമുക്ക് 2023 ആഘോഷിക്കാനായിട്ട് നമുക്കൊരു അടാറ് സാധനം 6 മണിക്ക് തരും. 6 മണി ആയില്ലേ? അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്ന് പോയി നോക്കിയാലോ? നോക്കാം. അതായത് നോക്കാണ്ടിരിക്കേണ്ട. ഇതിൽ നോക്കാം. നീ അവിടെ വെച്ചേക്ക്. എന്നാലും എനിക്കൊരു ആക്രാന്തം. ഇതിൽ നോക്കാം നമുക്ക്. 2 റിയാക്ഷൻ പാടെ ഒരുമിച്ച് വേണ്ട, ഒറ്റൊന്ന് കണ്ടിട്ട്. സംഭവം വന്നിട്ടില്ല. എന്താ നെറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 6 മണി ആദ്യം വൈഫൈ ഓഫാക്കിയിട്. വൈഫൈ ആണല്ലോ ഇവിടെ പ്രശ്നം. സാധാരണ വൈഫൈ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പ്രശ്നമാണ്. പക്ഷെ വിജയ് ഇട്ടുണ്ടല്ലോ. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ദ ഗോഡ്. അപ്പോൾ അത് കൺഫേം. സംഭവം ആള് പാരച്യൂട്ടിൽ പറന്നിറങ്ങിയിരിക്കുകയാണ്. എവിടുന്നോ വന്നതാണല്ലേ സംഭവം. തന്നെയാണ് ബഹിരാകാശം തന്നെയാണ് തോന്നുന്നു കേട്ടോ. സംഭവം ഏതോ ഒരു ലോകത്തേക്ക് പോകുന്നതാണ്. അതെ, കണ്ടു. പക്ഷെ 2 ലുക്കാണല്ലോ ആൾക്ക്. അതായത് ആളൊന്ന് ഒന്ന് പ്രായമുള്ളതും ഒന്ന് ചെറുപ്പമാണ്. അച്ഛനും മോനും തന്നെയാണോ? അല്ല, ലുക്ക് പോരല്ലേ? അതൊന്ന് സൂം ചെയ്ത് നോക്ക്. ഇങ്ങനെ ലുക്ക് പോരാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് ചെറുപ്പം കാണാതിരിക്കാനുള്ളത് കേട്ടോ. മറ്റത് പൊളിയായിട്ടുണ്ട്. അത് നല്ല ലുക്കാണ്. എങ്ങായിട്ടുള്ളത് കാണിച്ചിരിക്കുന്നതേ, അയ്യോ ശരിക്കും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലൊക്കെ പിടിക്കണ്ടല്ലേ? അല്ല, ഇത് ഹെയർ സ്റ്റൈലിന്റെ പോട്ടെ, ഈ മുഖത്ത് എന്ത് കൊണ്ടുവന്ന് ആകെ നീളം വെപ്പിച്ചിട്ടേ, ഫേസിന് തന്നെ ഒരു നീളം വെപ്പിച്ചിട്ട് മോശം അളിയാ. മോശം വർക്ക്. ഇത് എനിക്കറിഞ്ഞൂടാ. ഡേവർ ദ ഡാർക്ക്നെസ് ബട്ട് ഡാർക്ക്നെസ് കനോട്ട് കൺസ്യൂം ദ ലൈറ്റ്. ദൈവമേ, ഇതിന്റെ അർത്ഥം നീ എവിടെ പോയി തപ്പും? കൂട്ടുകാരനെ വിളിക്കേണ്ടി വരും. അയ്യോ, സംഭവം വിമാനം പറക്കുന്നത് മുകളിലുണ്ട്. സംഭവം ആ ഒരു സെറ്റപ്പിൽ തന്നെ, അതിന്റെ അതേ ലുക്കിൽ തന്നെയാണ് സംഭവം. 2 ബഹിരാകാശ യാത്രികരാന്ന് തോന്നുന്നു. അപ്പൊ ആള് പറഞ്ഞത് വെങ്കട് പ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഒരു വേറൊരു ഗ്രഹത്തിൽ പോയിട്ട് അവിടുത്തെ ഏലിയൻ, അതായത് ഏലിയന്മാരുടെ ഇടയിൽ പോയിട്ട് അവിടെ മാസ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് തിരിച്ചു ചിന്തിക്കാലോ. അങ്ങനത്തെ എന്തെങ്കിലും ആണോ? പറയാൻ പറ്റൂല. നമുക്കിപ്പോ ഇത് കണ്ടിട്ട് ഒരു സംഭവം പറയാൻ പറ്റില്ല കേട്ടോ. മോളിലൊരു ഫ്ലൈറ്റ് കാണുന്നുണ്ട്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള ടൈറ്റിൽ ഡിസൈൻ ഇല്ലേ, എനിക്കിഷ്ടായില്ല. ശരിക്ക് ഇത് ഇതിന്റെ പേരാണെന്ന് പെട്ടെന്ന് മനസ്സിലാവൂല. സിനിമേന്റെ പേരാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ല. വേറെന്തോ എഴുതി ഇങ്ങനെ ടാഗ് ചെയ്യൂലേ, മറ്റെന്തോ അങ്ങനെ എഴുതുന്ന പോലെ ഒരു സാധനം, അത്രേ ഉള്ളൂ. ദ ഗോട്ട് നമ്മൾ കൊടുത്താൽ പോരെ എന്നല്ലേ? അത് എന്ത് രസമായിരുന്നു. എന്നിട്ട് അതിന് താഴെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ളത് ചെറുതായിട്ട് കൊടുക്കണമായിരുന്നു. ഇത് മറ്റേ മാഗസീനൊക്കെ വായിക്കും, മാഗസീനൊക്കെ എടുത്തിട്ട് അതേപോലെ ഉണ്ട്. എന്താണെങ്കിലും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല.
എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ലുക്കല്ലേ, പക്ഷെ ഈ പോസ്റ്റർ ടോട്ടലി എനിക്ക് തീരെ ഇഷ്ടമായില്ല. പോസ്റ്റർ ടോട്ടലി ഒരു എനിക്ക് ഈ ഡിസംബർ ഡിസംബർ ലാസ്റ്റ് ആയതുകൊണ്ടേ തട്ടിക്കൂട്ടിയതാണോ എന്നൊരു സംശയം. പെട്ടെന്ന് ഒരു സംഭവം വിടണല്ലോ എന്ന് ഓർത്തിട്ട്, അല്ലാണ്ട് ടൈം എടുത്ത് ചെയ്താണെന്ന് ഇത് കണ്ടാ തോന്നൂല. ഇതൊരു ഒന്നായിട്ട് തോന്നുന്നുണ്ടോ നമുക്ക്? ഇനി ന്യൂ ഇയറിന് വരവേൽക്കുവാണോ? അതും നല്ലത്. അത് ലൂപ്പ്, അതൊരു അവരുടെ പാത്രമാണത്. ആ റെഡിൽ കാണിച്ചിരിക്കുന്നത് അവരുടെ ഒരു വഴി അതാണ്, ആ രീതിയിലാണ് ഉദ്ദേശമുള്ളത്. സംഭവം പാരച്യൂട്ട് ലെവൽ എവിടെ നിന്ന് വരുന്നതാണാവോ സംഭവം. പാരച്യൂട്ട് ഇത് എന്താ ബ്രില്യൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ പറയുക, ഡയറക്ടർ ബ്രില്യൻസ് എയറിലാവുന്നുള്ളതിൻ്റെ. പക്ഷെ വെയിറ്റ് ചെയ്തിരുന്ന ഇമ്മാതിരി സാധനം അല്ല കേട്ടോ. മൊത്തത്തിൽ കഞ്ഞിയും അവലും ഒക്കെ വേറെ വേറെ ആയി പോവല്ലേ. ഇപ്പൊ നമുക്ക് സമാധാനം ആയാലോ. 2023 ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചോണ്ടിരിക്കല്ലോ. ഇപ്പൊ കിട്ടിയില്ല. ഇത് പോരെ സാധനം. ഇനി എടുത്തു നോക്കാം, ചിലപ്പോ ഇനി എവിടെയെങ്കിലും ഒക്കെ നല്ലതായിട്ട് പറയാൻ പറ്റും. ലുക്കാണല്ലേ. എടാ ചെറുപ്പം കാണിക്കുമ്പോ ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് ചെയ്യണ്ടേ ഹെയർ സ്റ്റൈലൊക്കെ. ഇതിപ്പോ എന്താ അങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ അതേ സാധനം വെച്ചിട്ട് അതിൽ നിന്ന് മാത്രം ചെറിയൊരു ഫേസിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളൂ. എനിക്കറിയില്ല ഇതിനൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇതേ ഏതാണ് ആ സിനിമ? അതായത് ഈ ലോകത്തിലുള്ള സിനിമ ഉണ്ടോ? അല്ല, അതായത് വിജയ് അച്ഛനും വിജയ് തന്നെയാണ്, മകനും വിജയ് തന്നെ. പക്ഷെ അച്ഛനായിട്ട് വരുന്ന സമയത്തേ ഇത് അച്ഛനാണെന്ന് പറയില്ല. അതായത് കട്ട വിജയ് ഫാനാണ് എൻ്റെ അനിയൻ. അവൻ പറയാറുണ്ടേ അത് തന്നെ എന്ന് തോന്നിക്കുന്ന അച്ഛനാണ്. മനസ്സിലായോ? അന്നത്തെ എന്താ മേക്ക് ഓവർ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവാറില്ല. ചെറിയ എന്തെങ്കിലും ഒരു കപ്പട ഒരു വൃത്തികെട്ട താടി കൊണ്ട് വെക്കും. ഇതിപ്പോ എന്താ പറയാ, ഇതിനകത്ത് ആ പ്രായമുള്ളത് കാണിക്കുമ്പോ നല്ല രസമുണ്ട് കാണാൻ. കാരണം ആ ഒരു ഏജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്തേക്ക് വന്നപ്പോഴാണ് എനിക്ക് ആ മുഖമൊക്കെ എന്തോ പോലെ തോന്നുന്നു. അത് പോട്ടെ, ആ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്നുള്ള ടൈറ്റിലേ അത് എന്ത് കിഡിലിനായിട്ട് ഡിസൈൻ ചെയ്യാ. ഇതെന്താ ഇത് പിക്സാർട്ടിൽ നമുക്ക് കിട്ടുമോ ഇതിന്റെ ഈ ഫോണ്ട് സ്റ്റൈല്? എന്തായാലും പോകാം. എന്തായാലും തകർത്തു. ഇത്രയും മോശം ഒരു സാധനം നമുക്ക് റിയാക്ഷൻ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടില്ല കേട്ടോ, അല്ലേ? ഫസ്റ്റ് ലുക്കിന് വെയിറ്റ് ചെയ്തിട്ട് വിജയിൻ്റെത് കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ആദ്യമായിട്ടാ, എന്നാലും ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. ഇതൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പം അത് കേട്ടിട്ട് ഇവര് പറയുന്നത് നിങ്ങൾ എന്തിനാ അത് കൂടുതൽ പ്രതീക്ഷിച്ചതോ? ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നില്ല. വിജയിന്റെ ഒക്കെ ഒരു സിനിമേന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരിക എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് പ്രതീക്ഷിക്കേണ്ടത്? അതെ, ഇത് സംഭവം ലൂപ്പ് തന്നെയാണോ? ലൂപ്പ് തന്നെ, അത് 100% ഉറപ്പാ. അത് കാണുമ്പോ തന്നെ അറിയാം. അല്ലെ നമ്മളെ ലൂപ്പാക്കുമായിരിക്കും. നമ്മള് പോയിട്ട് വരേണ്ടി വരും. എന്തായാലും ഞങ്ങള് പോവാണ്. വേറെ വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. 2023 യാത്രയാണ് എല്ലാവർക്കും. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്. ഹാപ്പി ന്യൂ ഇയർ. മൊത്തം കിളി വൈകണം.